എല്ലാവർക്കും സ്വാഗതം. കെമിസ്ട്രി പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രി പ്രാക്ടിക്കൽസിൽ ഉൾപ്പെടുന്ന ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നറിയപ്പെടുന്ന പ്രാക്ടിക്കൽ സെക്ഷനാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, കടയിൽ ചെന്നായാലും ഒരു സാധനം വാങ്ങുന്ന സമയത്ത് ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ ത്രാസും പടിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ തന്നിരിക്കുന്നത് ഒരു സൊല്യൂഷന്റെ മൊത്തത്തിലുള്ള ക്വാണ്ടിറ്റി അല്ല. അപ്പൊ സൊല്യൂഷന്റെ മൊത്തത്തിലുള്ള ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ത്രാസും പടിയും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷെ മനസ്സിലാക്കാൻ തന്നിരിക്കുന്നത് സൊല്യൂഷനകത്ത് നമ്മൾ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു സൊല്യൂഷൻ ഇതുപോലെ തന്നിട്ടുണ്ട്, ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഈ സൊല്യൂഷന്റെ മൊത്തത്തിലുള്ള വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ത്രാസും പടിയും ഉപയോഗിച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് നമ്മൾ ഡിസോൾവ് ചെയ്ത് വച്ചിരിക്കുന്ന സൊല്യൂട്ട്, അത് ഒന്നുകിൽ HCl ആവാം, അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ആവാം, അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആവാം. അങ്ങനെയുള്ള ഒന്നുകിൽ ആസിഡോ ബേസോ ആയിരിക്കുന്ന ആ സൊല്യൂട്ടിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ കാണാൻ പോലും പറ്റാത്തത്ര ചെറിയ, അതിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ സൊല്യൂട്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതൊന്നെങ്കിൽ ഒരു ആസിഡ് ആവാം, അല്ലെങ്കിൽ ഒരു ബേസ് ആവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന സിലബസിൽ ഉൾപ്പെടുന്നത് ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസ് ഉൾപ്പെടുന്ന ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഈ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ഒരു ആസിഡിന്റെ അല്ലെങ്കിൽ ഒരു ബേസിന്റെ തരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആസിഡുകളുടെ പേര് ഞാൻ പറയാം. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, HNO3 നൈട്രിക് ആസിഡ്, H2SO4 സൾഫ്യൂരിക് ആസിഡ്, ഇത്രയും ഉൾപ്പെടുന്ന സ്ട്രോങ് ആസിഡുകൾ, നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആസിഡുകൾ ഞാനൊന്ന് വായിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോർമുല HCl, നൈട്രിക് ആസിഡ് ഫോർമുല HNO3, സൾഫ്യൂരിക് ആസിഡ് ഫോർമുല H2SO4. ഇത്രയും ആസിഡുകൾ നമ്മൾ സാധാരണ സ്ട്രോങ് ആസിഡുകൾ എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ബേസ് അല്ലെങ്കിൽ ആൽക്കലി, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. ഓക്കെ, ആ രണ്ട് ബേസുകളെയും നമ്മൾ സ്ട്രോങ് ബേസുകൾ എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഓക്സാലിക് ആസിഡ് എന്നറിയപ്പെടുന്ന വീക്ക് ആസിഡ് ഉണ്ട്. അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റ് Na2CO3, അതുപോലെ പൊട്ടാസ്യം കാർബണേറ്റ് K2CO3 എന്നറിയപ്പെടുന്ന വീക്ക് ബേസുകൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷനിൽ നമ്മൾ ഡിസോൾവ് ചെയ്ത് തന്നിരിക്കുന്നത് ഒന്നുകിൽ HCl ആവാം, അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് ആവാം, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആവാം, അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് ആവാം, അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡോ KOHോ സോഡിയം കാർബണേറ്റോ പൊട്ടാസ്യം കാർബണേറ്റോ, ഇതിൽ ഏതെങ്കിലും ഒരു സൊല്യൂട്ടാണ് ഇതിനകത്ത് നമ്മൾ ഡിസോൾവ് ചെയ്ത് തന്നിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ മാസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത കാര്യം, അപ്പൊ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ, നമുക്ക് സാധാരണ ഞാൻ പറഞ്ഞ ത്രാസം പടി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ എങ്കിൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ, ഇപ്പൊ ഇതിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് ഒരു ബേസ് ആണെങ്കിൽ, അതായത് NaOHോ അല്ലെങ്കിൽ KOHോ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റോ അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റോ ആണെങ്കിൽ, ആ ബേസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ആസിഡിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, അതുപോലെ തന്നെ നേരെ തിരിച്ച് ആസിഡിന്റെ എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട ഒരു ബേസിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, അപ്പൊ അതായത് എപ്പോഴും ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ബേസ് ആണ് ഡിസോൾവ് ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടെ ഒരു ആസിഡ് തന്നിരിക്കണം, ഒരു ആസിഡ് സൊല്യൂഷൻ കൂടെ തന്നിരിക്കണം. ഇനി ഇതിനകത്ത്
ഒരു ആസിഡാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഒരു ബേസിക് സൊല്യൂഷൻ തന്നിരിക്കണം. ഓക്കെ, അപ്പൊ ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, ഇതിനകത്ത് ബേസ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നതെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ എപ്പോഴും ഈ ചെറിയ ബോട്ടിലാണ് തരാറുള്ളത്. എസ്റ്റിമേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നതെങ്കിൽ കൂടെ നമ്മളെ സഹായിക്കാൻ ഒരു ആസിഡ് സൊല്യൂഷൻ കാണും. ഇനി ഇതിനകത്ത് ആസിഡ് ആണ് എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നതെങ്കിൽ കൂടെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു ബേസിക് സൊല്യൂഷൻ കാണുമെന്ന് ഓർമ്മിച്ചോണം. അപ്പൊ എങ്കിൽ ഈ കൂടെ സഹായിക്കാൻ എന്ന് പറഞ്ഞ ഈ സൊല്യൂഷന്റെ പ്രത്യേകത, ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നോർമാലിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കും. അല്ലെങ്കിൽ ഈ സൊല്യൂഷന്റെ വെയിറ്റ് എങ്കിലും മാസ് എങ്കിലും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഇങ്ങനെ ഒരു സൊല്യൂഷന്റെ മാസ് അറിയാമെന്ന് പറഞ്ഞു, അങ്ങനെ ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അറിയാവുന്ന ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയണം. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ബേസ് എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ആസിഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിരിക്കണം. ഇനി ആസിഡ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ബേസ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിരിക്കണമെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ അറിയാവുന്ന അല്ലെങ്കിൽ നോർമാലിറ്റി അറിയാവുന്ന ഒരു സൊല്യൂഷൻ കാണും. ആ സൊല്യൂഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയേണ്ടത്. അത്രയും മനസ്സിലാക്കി? ശരി. അപ്പൊ ഇനി നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ അത് കെമിസ്ട്രിക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു വഴി എന്ന് വെച്ചാൽ നമ്മൾ വോളിയം മെഷർ ചെയ്ത് അതിൽ നിന്ന് ഒരു അൺനോൺ നോർമാലിറ്റി, അതായത് വോളിയം മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു നോർമാലിറ്റി കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഒരു ലിറ്ററിലുള്ള മാസ് കണ്ടുപിടിക്കും, മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കും. അതിൽ നിന്ന് മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഒന്നുകൂടെ പറയാം, എങ്ങനെയാണ് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് വോളിയം മെഷർ ചെയ്തിട്ട് ആ വോളിയം ഉപയോഗിച്ച് ഒരാളിന്റെ അൺനോൺ നോർമാലിറ്റി, അതായത് ഒരാളുടെ നോർമാലിറ്റി അറിഞ്ഞുകൂടായിരിക്കും, ആ ആളിന്റെ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ആ നോർമാലിറ്റി വാല്യൂ ഉപയോഗിച്ച് മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കും. ആ മാസ് പെർ ലിറ്റർ ഉപയോഗിച്ചിട്ട് മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഒരു വഴി കൂടെ ഒന്നുകൂടെ ഓർമ്മിക്കാം. വോളിയം മെഷർ ചെയ്തു, അപ്പോൾ വെയിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ വോളിയം മെഷർ ചെയ്യുന്നു, അതിൽ നിന്ന് നോർമാലിറ്റിയിലേക്ക് എത്തുന്നു, ആ നോർമാലിറ്റിയിൽ നിന്ന് മാസ് പെർ ലിറ്ററിലേക്ക് എത്തുന്നു, ആ ഒരു ലിറ്ററിലെ മാസിലേക്ക് എത്തുന്നു, അതിൽ നിന്ന് മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ, അതായത് മൊത്തത്തിലുള്ള സൊല്യൂഷനകത്തുള്ള മാസിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലകൾ നമുക്ക് നോക്കാം. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഫോർമുലകൾ ഇതാ ഇവിടെ ഒരെണ്ണം ഞാൻ പറഞ്ഞു, രണ്ട് വോളിയം ഓഫ് ആസിഡ് ഇൻറ്റു നോർമാലിറ്റി ഓഫ് ആസിഡ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് ബേസ് ഇൻറ്റു വോളിയം ഓഫ് ബേസ്. ഒരു ഫോർമുല, നോർമാലിറ്റി ഓഫ് ആസിഡ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് ബേസ് ഇൻറ്റു വോളിയം ഓഫ് ബേസ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് HCl ഉം NaOH ആണ് തന്നിട്ടുള്ളതെന്ന് വെച്ചോ. NaOH ആണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്, എങ്കിൽ HCl എന്നുള്ളത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിരിക്കണം. അപ്പൊ എങ്കിൽ നമ്മുടെ ഫോർമുല അനുസരിച്ച് നോർമാലിറ്റി ഓഫ് HCl into volume of acid, volume of HCl equal to normality of NaOH into volume of NaOH എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഒരാളുടെ നോർമാലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നോർമാലിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് ബേസ് ഇൻറ്റു വോളിയം ഓഫ് ബേസ് എന്നൊരു ഫോർമുല ഉപയോഗിച്ച് ഒരാളിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് ആ ആളിന്റെ നോർമാലിറ്റിയും ആ ആളിന്റെ ഇക്വലന്റ് മാസ് അറിയാമെങ്കിൽ നമുക്ക് മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നോർമാലിറ്റിയിൽ നിന്ന് മാസ് പെർ ലിറ്ററിലേക്ക്, മാസ് പെർ ലിറ്റർ ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്. ഈ ഇക്വലന്റ് മാസ് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ ഇക്വലന്റ് മാസ് നമുക്ക് അറിഞ്ഞിരിക്കണം. പരീക്ഷ ഹാളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇക്വലന്റ് മാസ് പഠിച്ച് എക്സ്പെർട്ട് ആയിരിക്കണം. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഇക്വലന്റ് മാസ് എപ്പോൾ ചോദിച്ചാലും പറയണം 36.5. നൈട്രിക് ആസിഡിന്റെ ഇക്വലന്റ് മാസ് 63. H2SO4 സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വലന്റ് മാസ് 49. ഓക്സാലിക് ആസിഡിന്റെ ഇക്വലന്റ് മാസ് അതും 63. സോഡിയം ഹൈഡ്രോക്സൈഡ് 40. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് 56. സോഡിയം കാർബണേറ്റ്
53. Potassium carbonate K2CO3 69. Okay. അപ്പോൾ എങ്കിൽ mass per liter of HCl equal to normality into 36.5. Mass per liter of HNO3 equal to normality into 63. Mass per liter of H2SO4 equal to normality into 49. Mass per liter of potassium carbonate equal to normality into 69. Okay, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിക്കാം. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു സൊല്യൂഷനകത്തുള്ള സബ്സ്റ്റൻസിന്റെ മാസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഉള്ള വഴി എന്ന് വെച്ചാൽ കൂടെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ തന്നിരിക്കും. ആസിഡും ബേസും ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിന്റെ പേര് അസിഡിമെട്രി, ആൽക്കലിമെട്രി എന്ന് പറയാറുണ്ട്. അപ്പൊ ഇനി അതിനുള്ള വഴി എന്ന് വെച്ചാൽ വോളിയം മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് നോർമാലിറ്റി കണ്ടുപിടിച്ച് അതിൽ നിന്ന് മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കുന്നു. ഇനി മാസ് പെർ ലിറ്റർ, ഒരു ലിറ്ററിലെ മാസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ 10. ഒരു ലിറ്ററിലെ മാസിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷനിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, അത് വേറൊന്നുമല്ല എന്തുകൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷനെ മറ്റൊരു ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ നമ്മൾ ചെയ്യാറുള്ളത്. ഈ ഫ്ലാസ്കിന്റെ പ്രത്യേകത, ഈ ഫ്ലാസ്ക് എന്ന് വെച്ചാൽ 100 ml ഉള്ള ഫ്ലാസ്ക് ആണ്. ഇവിടെ ഒരു വരയുണ്ട്, ഇവിടെ ഒരു വരയുണ്ട്, അതുവരെ. ഓക്കെ, അപ്പൊ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷനെ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷനെ നമ്മൾ ഈ ഫ്ലാസ്കിലേക്ക് മാറ്റും. ഈ ഫ്ലാസ്കിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് സാധാരണ ഒരു ഗ്ലാസ് ഫണൽ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷനെ ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഫണലും ഗ്ലാസ് റോഡുകളും ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ രീതിയെ നമ്മൾ വിളിക്കുന്ന പേര് മേക്കപ്പ് ചെയ്യുക എന്ന് പറയും. അപ്പൊ എപ്പോഴും എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷനെ മേക്കപ്പ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, ഇതിനകത്ത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് ബാക്കി ഏകദേശം ഇത്രയല്ലേ വരുള്ളൂ, ഈ വരവരെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു. ആ വരവരെ കൊണ്ടുവരാനുള്ള മാർഗം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇതിനെ ഡൈലൂട്ട് ചെയ്താണ് കൊണ്ടുവരേണ്ടത്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ വാഷ് ബോട്ടിൽ ഉപയോഗിച്ച് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ എപ്പോഴും പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ജോലി എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷനെ നമ്മൾ ഫണലും ഗ്ലാസ് റോഡും ഉപയോഗിച്ച് ഇതിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏകദേശം ഇതുവരെ വരുള്ളൂ, ബാക്കി അത് ഡൈലൂട്ട് ചെയ്താണ് അത് നിറച്ച് കൊണ്ടുവരുന്നത് ഓർമ്മിച്ചോണം. സോ റെഡി ആയിട്ടുണ്ട്. തൽക്കാലം ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെന്ന് വെച്ചു. ശരി, ഓക്കെ. അപ്പൊ 2 സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാബിൽ ഈ ഫണലിന്റെ ഉപയോഗം ഇതിന് മാത്രമാണ്. ഈ ഫണൽ ഈ പറഞ്ഞിരിക്കുന്ന മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ശരി, അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഓർമ്മിക്കാം. പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ചെറിയ സൊല്യൂഷൻ, ഒന്നെങ്കിൽ ആസിഡോ ബേസിന്റെയോ അതിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ മാസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കണമെങ്കിൽ വോളിയം മെഷർ ചെയ്താണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം മെഷർ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ ഫോർമുലകൾ ഉപയോഗിച്ച് നോർമാലിറ്റി കണ്ടുപിടിക്കാം. ആ നോർമാലിറ്റി ഈക്വലന്റ് മാസും മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാം. ഇനി 1 ലിറ്റർ എന്ന് വെച്ചാൽ നമുക്ക് 1000 ml എന്നറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ വോളിയം 100 ml ആണ്. അപ്പോൾ 1000 ml കണ്ടുപിടിക്കുന്ന ആ വെയിറ്റിനെ 100 ml ആക്കി മാറ്റുക. അതായത് മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ 100 ml എന്നാണ്. ഓക്കെ, അപ്പോൾ 1 ലിറ്ററിന്റെ മാസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 1 ലിറ്റർ 1000 ml ആയതുകൊണ്ട് 100 ml മാസ് കണ്ടുപിടിക്കാൻ 1000 ml കിട്ടിയ വെയിറ്റിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ മാസ് പെർ ലിറ്റർ, 1 ലിറ്ററിന്റെ മാസ് ആദ്യം കണ്ടുപിടിച്ചാൽ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിനെ ആ വെയിറ്റിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് തൽക്കാലം മനസ്സിലാക്കാം.
അപ്പൊ ഇനി വോളിയം മെഷർ ചെയ്തിട്ടാണ് നമ്മൾ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അനാലിസിസിനെ, ഈ ടൈപ്പ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെ നമ്മൾ സാധാരണ വോളിയമെട്രിക് അനാലിസിസ് എന്ന് പറയാറുണ്ട്. ആ വോളിയം മെഷർ ചെയ്ത് വെയിറ്റിലെത്തുന്ന ടെക്നിക്ക് ആയതുകൊണ്ടാണ് അതിനെ വോളിയമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മറ്റൊരു വാക്ക് ടൈട്രേഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ആസിഡും ബേസും തമ്മിലുള്ള പ്രവർത്തനത്തിനെ നമ്മൾ സാധാരണ ടൈട്രേഷൻ എന്നൊരു വാക്കുകൊണ്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ ആലോചിക്കുക. ഓക്കെ, ശരി. അപ്പൊ തൽക്കാലം ഇത്രയും നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ചോദിക്കും, വോളിയം മെഷർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്കൊരു പാലൊക്കെ വാങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ 500 ml ചെറിയ പാത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ 1 ലിറ്ററിന്റെ പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങളിൽ അളന്ന് നമുക്ക് വോളിയം മെഷർ ചെയ്യാം. അപ്പൊ നമ്മുടെ ലാബിൽ വോളിയം മെഷർ ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബേസിന്റെ വോളിയം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അത് ഇരിക്കുന്ന പാത്രം ഏതെന്നല്ല, ബേസ് എവിടെയാണോ ഇരിക്കുന്നത് ആ ബേസിന്റെ വോളിയം മെഷർ ചെയ്യാൻ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ വോളിയം മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ്, അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ്, ഇത്രയും ആൾക്കാരുടെ വോളിയം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. അത് ഇത് വച്ചിരിക്കുന്ന രീതി കാണിക്കാം. ഇതുപോലെയാണ്, ശ്രദ്ധിക്കുക. നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അത് വയ്ക്കുന്നത്. നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പൊ അതില് ബേസിന്റെ വോളിയം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. ഇത് ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അത് പതുക്കെ ഇങ്ങനെ എടുക്കാം. ഈ സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് പിപ്പറ്റ് എന്ന് പറയും. പിപ്പറ്റ്, PIPETTE, പിപ്പറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ബേസ് എപ്പോഴും എടുക്കുന്നത് പിപ്പറ്റിലാണ്. ആ പിപ്പറ്റിന്റെ പ്രത്യേകത, പിപ്പറ്റില് ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിംഗ് വരെ സൊല്യൂഷൻ വലിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ പിപ്പറ്റിന്റെ പ്രത്യേകത വേറെ അടപ്പൊന്നുമില്ല, ഓർത്തോണം, അടപ്പൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പിപ്പറ്റിലെ സൊല്യൂഷൻ വലിച്ചെടുത്താണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഒരു സൊല്യൂഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് വെച്ചോ, ആ സൊല്യൂഷൻ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്താണ് ആ സൊല്യൂഷൻ ഇതുവരെ കൊണ്ടുവരും. അപ്പൊ ഇതുവരെ വലിച്ചെടുത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇതിനകത്ത് വോളിയം ശരിക്കും പറഞ്ഞാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരൊറ്റ വോളിയമേ അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഇവിടെ 20 ml എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ വലിച്ചെടുക്കുന്ന അളവിനെയാണ് 20 ml എന്ന് പറയേണ്ടത്. ഇത് ഈ വര വരെയല്ല, ഈ വര വരെ കൊണ്ടുവരുന്ന ആ വോളിയത്തിനെയാണ് 20 ml എന്ന് പറയേണ്ടത്. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വോളിയം ഓഫ് ബേസ് എത്രയാണെന്ന് പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുമ്പേ നമുക്കറിയാം. വോളിയം ഓഫ് ബേസ് എത്രയാണെന്ന്, കാരണം നമ്മൾ വലിച്ചെടുക്കുന്ന ഒറ്റ അളവേ ഉള്ളൂ. അത് എത്ര ml ആണെന്ന് അറിയാം, 20 ml ആണെന്ന് നമുക്കറിയാം. ഓക്കെ, പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, പ്രാക്ടിക്കൽ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വോളിയം ഓഫ് NaOH ഈക്വൽ ടു 20 ml ആണെന്ന് അറിയാം, അല്ലെങ്കിൽ വോളിയം ഓഫ് KOH ഈക്വൽ ടു 20 ml ആണെന്ന് അറിയാം, അല്ലെങ്കിൽ വോളിയം ഓഫ് Na2CO3 ഈക്വൽ ടു 20 ml ആണെന്ന് അറിയാം, വോളിയം ഓഫ് K2CO3 ഈക്വൽ ടു 20 ml ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ലാബിൽ കയറിയിട്ട് ബേസിന്റെ വോളിയം നമുക്ക് അളന്നെടുത്താൽ മതി. അത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എത്ര ml എന്ന് എല്ലാവർക്കും അറിയാം, അത് 20 ml ആണെന്ന് നമുക്കറിയാം. ഓക്കെ, കാരണം ഈ പിപ്പറ്റിന്റെ പ്രത്യേകത ഒരളവ് മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് വേറെ വരകളൊന്നുമില്ല, ഒറ്റ അളവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം മെഷർ അളക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ഉപകരണം പിപ്പറ്റാണ്. ആ പിപ്പറ്റ് ഉപയോഗിച്ച് നിർബന്ധമായും ബേസിന്റെ വോളിയം മാത്രമേ അളക്കാൻ പാടുള്ളൂ. സോ ബേസിന്റെ വോളിയം അളക്കാൻ വേണ്ടിയാണ് പിപ്പറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഒരു വോളിയം നമുക്ക് നേരത്തെ മനസ്സിലായി. ഇനി ആസിഡിന്റെ വോളിയം അളക്കാൻ വേണ്ടി ഇത് തിരിച്ച് അവിടെ തന്നെ വെക്കണം, തറയിലൊന്നും വെക്കാൻ പാടില്ല. എങ്കിൽ അത് ഉരുണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വയ്ക്കണം. ഓക്കെ, ഇനി ആസിഡിന്റെ വോളിയം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമുണ്ട്. അത് ഇതാണ്. ഇതിനെ നമ്മൾ ബ്യൂററ്റ് എന്ന് പറയും. BURETTE. അപ്പൊ ബ്യൂററ്റിന്റെ പ്രത്യേകത റീഡിംഗ് നോക്കുന്ന സമയത്ത് ഇവിടെ കുറെ മാർക്കിങ്സ് ഉണ്ട്. ഇവിടെ 0 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ 10 ഡിവിഷൻ കഴിഞ്ഞിട്ട് 1 എന്ന് എഴുതിയിട്ടുണ്ട്.
അപ്പൊ 0 മുതൽ 1 വരെ 10 ഡിവിഷൻ ഉണ്ട്. അടുത്ത 1 കഴിഞ്ഞിട്ട് വീണ്ടും 10 ഡിവിഷൻ കഴിഞ്ഞിട്ട് 2. അതായത് 1.1, 1.2, 1.3, 1.4, 1.5, 1.6, 1.7, 1.8, 1.9, 2 അങ്ങനെ. അടുത്ത് ഇങ്ങനെ കണ്ട 2-നും 3-നും ഇടയിൽ 10 ഡിവിഷൻ, 3-നും 4-നും ഇടയിൽ 10 ഡിവിഷൻ, അങ്ങനെ 50 ml വരെ ബ്യൂററ്റ് നമുക്കുണ്ട് ആണല്ലോ. അപ്പൊ അതിൽ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് 0.1, 0.2 തുടങ്ങി ഇങ്ങനെ വന്ന് 20, 20.1, 20.2, 20.3, 20.4, 20.5, 20.6, 20.7 ഒക്കെ തന്നെ ഇതെല്ലാം തന്നെ നമുക്ക് റീഡ് ചെയ്തെടുക്കാം. അപ്പൊ മുകളിൽ 0, താഴെ 50 ml വരെ ഇതിനകത്ത് റീഡ് ചെയ്തെടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ, അതായത് ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ നടത്തി കഴിയുന്ന സമയത്ത് നമ്മൾ ലാബിൽ നിന്ന് മെഷർ ചെയ്തെടുക്കുന്ന വോളിയം ആസിഡിന്റെ വോളിയം ആണെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ ആസിഡിന്റെ വോളിയം അളക്കാൻ വേണ്ടി അതെങ്കിലും നമുക്ക് വഴിയെ കാണാം. തൽക്കാലത്തേക്ക് ഇങ്ങനെ മനസ്സിലാക്കുക. ബേസിന്റെ വോളിയം അളക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പിപ്പറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആസിഡിന്റെ വോളിയം അളക്കാൻ വേണ്ടി നമ്മൾ ബ്യൂററ്റ് ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കുക. ശരി, അപ്പൊ നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ചിന്തിച്ച് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയുന്നു, ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയുന്നു, എസ്റ്റിമേറ്റ് the amount of NaOH, estimate the amount of NaOH in the whole of the given solution. You are supplied with a standard solution of HNO3 containing 6.34 gram per liter. Okay, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ. ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. എസ്റ്റിമേറ്റ് ദി എമൗണ്ട് ഓഫ് NaOH in the whole of the given solution. You are supplied with a standard solution of HNO3 എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്ത സൊല്യൂഷൻ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അത് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ HNO3 ആണ്. അത് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ജോലി ഈ സൊല്യൂഷനെ ഇതിനകത്തേക്ക് മാറ്റുക. എസ്റ്റിമേറ്റ് ചെയ്ത സൊല്യൂഷൻ ഏതായാലും ശരി അതിനെ മേക്കപ്പ് ചെയ്യണം. ശരി, മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഗ്ലാസ് വെച്ചു, മണൽ വെച്ചു. അത് പ്രോപ്പറായിട്ട് പിന്നീട് കാണിക്കാം. തൽക്കാലം ഒരു ആക്ഷൻ മാത്രം ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തുള്ള കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിച്ചു. അപ്പൊ ഇതിനകത്ത് സൊല്യൂഷൻ ഇല്ല, ഇനി അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ഇനി ആവശ്യമില്ല. ഇനി ഇതിനകത്ത് മണലിന്റെ ആവശ്യമില്ല, ഇനി മാറ്റി വെച്ചു. അറിയാത്ത ഡൈലൂട്ട് ചെയ്തു. ഡൈലൂട്ട് വാഷ് ബോട്ടിലെ വെള്ളം ഉപയോഗിച്ച് ഡൈലൂട്ട് ചെയ്ത് സൊല്യൂഷൻ റെഡിയാക്കി. ഓക്കെ, ഒന്ന് ഷേക്ക് ചെയ്ത് സൊല്യൂഷൻ റെഡിയാക്കി. അപ്പൊ ഇതിനകത്ത് 100 ml സൊല്യൂഷൻ ഉണ്ട്, ഇതിനകത്ത് കൊണ്ട്. പിന്നെ അടുത്ത ജോലി എന്ന് വെച്ചാൽ നമുക്ക് പിപ്പറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ബേസിനെയാണ് പിപ്പറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ആ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതാണ്. ഇപ്പൊ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് പിപ്പറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വാഷ് ചെയ്യണം, വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കണം. തൽക്കാലം ആക്ഷൻ മാത്രം. ഇതിൽ നിന്ന് ഞാൻ വലിച്ചെടുത്ത് 20 ml വലിച്ചെടുത്തതിന് ശേഷം നമുക്കിത് റിയാക്ഷൻ നടത്താൻ വേണ്ടി ഒരു പാത്രം വേണം. ആ പാത്രം ലാബിൽ ഉപയോഗിക്കുന്ന ആ പാത്രം കോണിക്കൽ ഫ്ലാസ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോണിക്കൽ ഫ്ലാസ്ക്. ആ ഫ്ലാസ്കിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്തു. ശരി, അപ്പോൾ തിരിച്ച് പിപ്പറ്റ് അവിടെ തന്നെ വെച്ചു. അപ്പൊ ഇതിനകത്ത് ഞാൻ 20 ml ബേസ് എടുത്തു. ശരി, ഇനി ആസിഡ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതിനെ ബ്യൂററ്റിലാണ് എടുക്കേണ്ടത്. ബ്യൂററ്റ് എടുക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഇത് നോസിലാണ്. ഇത് ഭംഗിയായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഈ ആസിഡിന് ഇതിന്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് ഈ 0 ലെവൽ ആവുന്നത് വരെ ഒഴിക്കുക. ഒഴിച്ചു.
ഒഴിച്ച് 0 ലെവൽ ആക്കി വെച്ചു. ഓക്കെ, അപ്പോൾ അത് ആയി. ഇനിയുള്ള ജോലി എന്ന് വെച്ചാൽ കാണാൻ വേണ്ടി ഞാൻ ചരിച്ചു വയ്ക്കാം തൽക്കാലത്തേക്ക്. ശരിക്കും സ്റ്റാൻഡിങ് പൊസിഷൻ ഇങ്ങനെയാണ്. ഈ നോസിൽ ഇവിടെ വരണം, ഈ രീതിയിൽ കാണാൻ വേണ്ടി മാത്രം. ശരി, ഇനി ഇതിനകത്ത് അപ്പോൾ ബേസ് ഉണ്ട്, ഇതിനകത്ത് ആസിഡ് ഉണ്ട്. ഇത് തുറന്നു വിട്ട് ആസിഡ് ബേസും തമ്മിൽ പ്രവർത്തിപ്പിക്കുക. ഇത് തുറന്നു വിടുമ്പോൾ ഈ അതിനകത്തുള്ള ആസിഡ് ഇങ്ങ് അകത്തോട്ട് വരും, ഇവർ തമ്മിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ന്യൂട്രലൈസേഷൻ ആയോ ഇല്ലയോ എന്ന് തിരിച്ചറിയണം. അപ്പൊ ന്യൂട്രലൈസേഷൻ ആയോ ഇല്ലയോ നിലവിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടിയിരുന്നു. ന്യൂട്രലൈസേഷൻ ആയോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു കാര്യം കൂടെ ചെയ്യേണ്ടിയിരുന്നു. ആ കാര്യം വേറൊന്നുമല്ല, നമ്മളൊരു ഇൻഡിക്കേറ്റർ കൂടെ, അതായത് ആസിഡ് മീഡിയം ആണോ ബേസിക് മീഡിയം ആണോ തിരിച്ചറിയാൻ വേണ്ടി ഇൻഡിക്കേറ്റർ കൂടെ ഉപയോഗിക്കേണ്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രലൈസേഷൻ ആയോ ഇല്ലെന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ലാബിൽ തന്നിരിക്കുന്ന 2 ഇൻഡിക്കേറ്റേഴ്സേ ഉള്ളൂ. അതിൽ ഒരെണ്ണത്തിന്റെ പേര് ഫിനോൾഫ്തലിൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ, ഫിനോൾഫ്തലിൻ. ഓക്കെ, അതേസമയം മറ്റൊരു സൊല്യൂഷൻ ഉണ്ട്, മീത്തൈൽ ഓറഞ്ച് എന്നറിയപ്പെടുന്ന മറ്റൊരു സൊല്യൂഷൻ. അപ്പൊ നമ്മുടെ അസിഡിമെട്രി ആൽക്കലിമെട്രി ടൈട്രേഷനിലെ ന്യൂട്രലൈസേഷൻ പോയിന്റ് ആയോ ഇല്ലെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ 2 ഇൻഡിക്കേറ്റേഴ്സിൽ ഒരെണ്ണം ഫിനോൾഫ്തലിൻ ആണ്, മറ്റൊരാള് മീത്തൈൽ ഓറഞ്ച് ആണ്. ഓക്കെ, അതില് ഫിനോൾഫ്തലിന്റെ പ്രത്യേകത ബേസിക് മീഡിയത്തിനകത്ത് പിങ്ക് കളറാണ്, ആസിഡ് മീഡിയം ആവുമ്പോഴത്തേക്ക് അത് കളർലെസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ന്യൂട്രലൈസേഷൻ പോയിന്റ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ബേസിക് മീഡിയത്തിൽ പിങ്ക് കളർ ന്യൂട്രലൈസേഷൻ ആവുന്ന സമയത്ത് കളർലെസ് ആയി മാറുന്നുണ്ട്. അപ്പൊ പിങ്ക് ടു കളർലെസ്. ഓക്കെ, മീത്തൈൽ ഓറഞ്ചിന്റെ പ്രത്യേകത ബേസിക് മീഡിയത്തിനകത്ത് ഗോൾഡൻ യെല്ലോ ആണ്, അതേസമയം അസിഡ് മീഡിയം ആവുന്ന സമയത്ത് അത് ഓറഞ്ച് റെഡ് ആയി മാറുന്നു. ഓറഞ്ച് റെഡ്. അപ്പൊ നോക്കാം, അപ്പൊ മീത്തൈൽ ഓറഞ്ചിന്റെ പ്രത്യേകത അതിന്റെ ന്യൂട്രലൈസേഷൻ പോയിന്റ് ചേഞ്ച് പറയുന്നത് ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ് എന്ന് പറയാം. ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ ആ ന്യൂട്രലൈസേഷൻ പോയിന്റിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് എൻഡ് പോയിന്റ് എന്നൊരു വാക്കുകൊണ്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി നോക്കാം. അപ്പൊ ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യം പറയാം. അപ്പൊ ഞാൻ ഒരു ടൈട്രേഷൻ പറയാം. ഇപ്പൊ NaOHന്റെ മാസ് കണ്ടുപിടിക്കാൻ HCl സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നു എങ്കിൽ HCl സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള ടൈട്രേഷൻ. HCl എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആസിഡ് ആണ്, NaOH എന്നുള്ളത് ഒരു സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ എങ്കിൽ അങ്ങനത്തെ ടൈട്രേഷൻ നമ്മൾ വിളിക്കുന്നത് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ എന്ന് പറയാം. HCl ഉം KOH തമ്മിലുള്ള ടൈട്രേഷൻ ആയാലും സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണ്. HNO3 സോഡിയം ഹൈഡ്രോക്സൈഡ് ടൈട്രേഷൻ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. H2SO4 KOH ആണെങ്കിലും അത് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ HCl ഉം സോഡിയം കാർബണേറ്റും ആണെങ്കിൽ അത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണ്. അപ്പോൾ മറ്റൊരു ടൈട്രേഷൻ പ്രോസസ്സ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്. ഇനി വേറൊന്ന് ഓക്സാലിക് ആസിഡും NaOH ആണെങ്കിൽ ഓക്സാലിക് ആസിഡും NaOH അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡും KOH ആണെങ്കിൽ അത് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. ഇനി ഓക്സാലിക് ആസിഡ് സോഡിയം കാർബണേറ്റ് എന്നും ഓക്സാലിക് ആസിഡ് പൊട്ടാസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ ആണ്. അപ്പൊ നമ്മൾ ടൈട്രേഷൻ നമുക്ക് 4 തരത്തിലുണ്ട്. ഇവിടെ 4 തരത്തിലുണ്ട്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള ടൈട്രേഷൻ ഒന്ന്, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ, വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ. ഇങ്ങനെ 4 തരം ടൈട്രേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ്, നമുക്ക് 2 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുള്ളൂ. അപ്പൊ അതിൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്.
നമുക്ക് എല്ലാ ടൈട്രേഷനും അല്ലെങ്കിൽ എല്ലാ തരം ടൈട്രേഷനും എല്ലാ തരത്തിൽപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അതില് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷന് ഫിനോഫ്തലിൻ ഉപയോഗിക്കാം, മീഥൈൽ ഓറഞ്ചും വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്യാവശ്യമായിട്ട് ഫിനോഫ്തലിൻ തന്നെ ഓർമ്മിക്കുക. ഇനി ഫിനോഫ്തലിൻ പറ്റിയില്ല എങ്കിൽ മീഥൈൽ ഓറഞ്ചും ഉപയോഗിക്കാം. ഫിനോഫ്തലിൻ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. തിയറട്ടിക്കലി മീഥൈൽ ഓറഞ്ചും ഉപയോഗിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് വന്നാൽ, അതായത് സോഡിയം കാർബണേറ്റോ പൊട്ടാസ്യം കാർബണേറ്റോ ഒരു പാർട്ടായിട്ട് വന്നാൽ നിർബന്ധമായും മീഥൈൽ ഓറഞ്ച് തന്നെ ഉപയോഗിക്കണം. ഫിനോഫ്തലിൻ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. അതുപോലെ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് വന്നാൽ, ഓക്സാലിക് ആസിഡ് ഒരു പാർട്ടായിട്ട് വന്നാൽ നിർബന്ധമായി ഫിനോഫ്തലിൻ ഉപയോഗിക്കാം, മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. വീക്ക് ബേസ് വന്നാൽ ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സെൻസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ടൈട്രേഷൻ നമുക്ക് പോസിബിൾ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ അല്ല. കാരണം ഇൻഡിക്കേറ്റേഴ്സ് അവിടെ നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അങ്ങനത്തെ ടൈട്രേഷൻ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ സാധാരണ ഒരാള് മനസ്സിലാക്കി വെക്കേണ്ടത്, സോഡിയം കാർബണേറ്റോ പൊട്ടാസ്യം കാർബണേറ്റോ ഒരു ഭാഗമായി വന്നാൽ, ഒരു പാർട്ടായിട്ട് വന്നാൽ നമുക്ക് മീഥൈൽ ഓറഞ്ച് തന്നെ ഉപയോഗിക്കാം. മീഥൈൽ ഓറഞ്ച് തന്നെ ഉപയോഗിക്കാം. സോഡിയം കാർബണേറ്റോ പൊട്ടാസ്യം കാർബണേറ്റോ ഒരു പാർട്ടായിട്ട് വന്നാൽ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാം. ബാക്കി എല്ലാ ടൈട്രേഷനും നമുക്ക് ഫിനോഫ്തലിൻ തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ഇൻഡിക്കേറ്റർ സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇനി നമുക്ക് ഫൈനലായിട്ട് ഒന്നുകൂടെ ഇപ്പോൾ കുറേശ്ശെ മനസ്സിലാക്കി എടുക്കാം. പൂർണ്ണമായും അത് ശരിയായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നമുക്ക് ശരിയാക്കി എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞ് നമുക്ക് തൽക്കാലം ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നു, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ. എത്ര ക്വസ്റ്റ്യൻ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് വെച്ചാൽ, HCl മാസ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ട് NaOH സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആക്കുക. HCl മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് KOH സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആക്കുക. HCl Na2CO3, HCl K2CO3 ഇഷ്ടംപോലെയായി. അതുപോലെ തിരിച്ച് NaOH എമൗണ്ട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ട് HCl സ്റ്റാൻഡേർഡ്, NaOH HNO3, NaOH H2SO4, NaOH ഓക്സാലിക് ആസിഡ്, ഇങ്ങനെ കണ്ടമാനം ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. അപ്പൊ ഞാൻ തൽക്കാലം ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പറയുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ, എസ്റ്റിമേറ്റ് ദി എമൗണ്ട് ഓഫ് K2CO3 എന്ന ബേസ് in the whole of the given solution supplied with a standard solution of H2SO4 containing 4.96 gram per liter. ഓക്കെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചു. ഒന്നുകൂടെ പറയാം. എസ്റ്റിമേറ്റ് ദി എമൗണ്ട് ഓഫ് K2CO3 in the whole of the given solution. Okay. Supplied with a standard solution of H2SO4 containing 4.96 gram per liter. ശരി. നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ ഇത് രണ്ടുമാണ്. അപ്പൊ ഇതിലേതാണ് K2CO3 എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ ആരാണോ അയാളാണ് ഈ ചെറിയ കുപ്പിയിൽ തന്നിരിക്കുന്നത്. ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് K2CO3 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുപ്പിയിൽ ഇരിക്കുന്നത് K2CO3 ആണ്. ശരി. അപ്പൊ ഇത് K2CO3, ഇത് H2SO4. ഓക്കെ. ആദ്യത്തെ ജോലി മേക്കപ്പ് ചെയ്യുക. ശരി. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫണൽ, എല്ലാം വാഷ് ചെയ്ത സാധനങ്ങളായിരിക്കണം. ഫണൽ, ഗ്ലാസ് റോഡ് ഒക്കെ വെച്ച് ഇത് ഇതിലോട്ട് ഒഴിച്ച് ഞാൻ മേക്കപ്പ് ചെയ്തു. ഓക്കെ. കംപ്ലീറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഫണൽ ഇനി വേണ്ട, ഗ്ലാസ് റോഡ് ഇനി വേണ്ട, ഇത് മാറ്റി വെച്ചു, വേണ്ട. അതിനെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഞാൻ വെള്ളം ഒഴിച്ച് നിറച്ച് ഈ ലെവൽ വരെ ആക്കി റെഡിയാക്കി ഷേക്ക് ചെയ്ത് വെച്ചു. ഒരു 3 പ്രാവശ്യം ഇളക്കി വെക്കാം. അപ്പോ ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി പിപ്പറ്റ് ചെയ്യണം. പിപ്പറ്റ് ചെയ്യേണ്ടത് ബേസ് ആണ്. ഇവിടുത്തെ ബേസ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ബേസ് K2CO3 ആണ്. അപ്പോൾ ഇതാണ് ബേസ്. ഇപ്പൊ ചെയ്യേണ്ട കാര്യം, പിപ്പറ്റ് എടുത്ത് അതിനെ വാഷ് ചെയ്തതിനു ശേഷം ഇത് തുറന്ന് ഇതിന് 20 ml വലിച്ചെടുത്ത് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ. ശരി. ഇനി ഇതിനകത്ത് 80 ml കാണും.
100 ml ആണ് മൊത്തം ഉണ്ടാക്കിയത്. ഇനി 80 ml ബാക്കിയുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ 2 പ്രാവശ്യം കൂടെ 3 പ്രാവശ്യം കൂടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ശരി, അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി അടുത്തത് ഈ ആസിഡിനെ പ്യൂരിറ്റിനകത്ത് നമ്മൾ നിറച്ചു. ഓക്കെ, അപ്പോൾ അത് കഴിയും. ഇനി അടുത്ത ജോലി നേരത്തെ നമ്മൾ പിന്നെ പറയാത്തൊരു കാര്യം ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യം. ഇപ്പൊ ഏത് ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യണം ആലോചിച്ച് നോക്കാം. നമുക്ക് 2 എണ്ണം ഉണ്ട്, ഫിനോഫ്തലിനുണ്ട്, മീഥൈൽ ഓറഞ്ചും ഉണ്ട്. ഏത് സെലക്ട് ചെയ്യാം? അപ്പൊ ഞാൻ പറഞ്ഞു പൊട്ടാസ്യം കാർബണേറ്റ് നടക്കുന്നത്. പൊട്ടാസ്യം കാർബണേറ്റിന്റെ പ്രത്യേകത വീക്ക് ബേസ് ആണ്. വീക്ക് ബേസ് വരുന്ന സമയത്ത് എന്ത് തന്നെ ഉപയോഗിക്കണം? മീഥൈൽ ഓറഞ്ച് തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ശരിയാണ്. അപ്പൊ ഞാനിവിടെ മീഥൈൽ ഓറഞ്ച് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് തുറന്ന് ഒരു 2 ഡ്രോപ്പ് മീഥൈൽ ഓറഞ്ച് ഇതിനകത്ത് കൂടെ ഒഴിച്ചു. ആണല്ലോ? ശരി, ഇത്രയും ഒഴിച്ചു. ഒഴിക്കുന്ന സമയത്ത് ബേസിലാണ് മീഥൈൽ ഓറഞ്ച് ഒഴിച്ചിരിക്കുന്നത്. മീഥൈൽ ഓറഞ്ച് ബേസിനകത്ത് ഒഴിച്ചാൽ എന്ത് കളറാവും? ഗോൾഡൻ യെല്ലോ കളർ. ഓക്കെ, ആ ഗോൾഡൻ യെല്ലോ കളർ സൊല്യൂഷനെ ഞാൻ ടൈട്രേറ്റ് ചെയ്യുന്നു. തുറന്നു വിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. ഏത് വരെ ടൈട്രേറ്റ് ചെയ്യും? ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ സൊല്യൂഷൻ ഗോൾഡൻ യെല്ലോ ആണ്. ഞാനത് നല്ലവണ്ണം ഷേക്ക് ചെയ്ത് ടൈട്രേറ്റ് ചെയ്യുന്നു. ഏത് വരെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ കളർ ഗോൾഡൻ യെല്ലോ മാറിയിട്ട് ഏത് വരുന്നത് വരെ? ഓറഞ്ച് റെഡ് വരുന്നത് വരെ ടൈട്രേറ്റ് ചെയ്യും. ഓക്കെ, ഗോൾഡൻ യെല്ലോ കുറേ സൊല്യൂഷൻ ഒഴിച്ചു, കളർ മാറി ഓറഞ്ച് റെഡ് ആയെന്ന് വെച്ചു. ഓറഞ്ച് റെഡായി മാറി. എന്നിട്ട് ആ പ്യൂരിറ്റി ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് എത്ര ആസിഡ് ഉപയോഗിച്ചെന്ന് കണക്കാക്കും. അപ്പോൾ അതിൽ കിട്ടുന്ന വാല്യൂ ഉദാഹരണത്തിന് 27.3 വരെ വന്നു എന്ന് വെച്ചു. അപ്പൊ എങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വോളിയം ഓഫ് ആസിഡ് എത്രയെന്ന് ചോദിച്ചാൽ ഇപ്പൊ കിട്ടിയ 27.3. ഓക്കെ, വോളിയം ഓഫ് ബേസ് എത്രയെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ആദ്യമേ അറിയാം. ബേസിന്റെ വോളിയം എപ്പോഴും 20 ml. ഇത് രണ്ടും ആയി. ഓക്കെ, ഇനി എസ്റ്റിമേറ്റ്. അപ്പൊ ഇയാളുടെ മാസ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണമെങ്കിൽ ഇയാളുടെ നോർമാലിറ്റി അറിയണം. നോർമാലിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ഇയാളുടെ നോർമാലിറ്റി കണ്ടുപിടിക്കണം. ഇയാളുടെ നോർമാലിറ്റി അറിഞ്ഞിരിക്കണം. ഇയാളുടെ നോർമാലിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് പരിശോധിക്കാം. ശരിയാണ്, ആസിഡിന്റെ നോർമാലിറ്റിക്ക് പകരം മാസ് പെർ ലിറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം മാസ് പെർ ലിറ്റർ കിട്ടിയിരുന്നാലും ഈ ഫോമിൽ ഉപയോഗിച്ച് നമുക്ക് നോർമാലിറ്റി കണ്ടുപിടിച്ചെടുക്കാം. സോ നോർമാലിറ്റി ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് H2SO4 49. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോർമാലിറ്റി ഇയാളെ കണ്ടുപിടിക്കും. ഇയാളുടെ നോർമാലിറ്റി അറിയാമെങ്കിൽ നമുക്ക് ഇയാളുടെ നോർമാലിറ്റി കണ്ടുപിടിക്കാം. അതിൽ നിന്ന് ബേസിന്റെ മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാം. അതിൽ നിന്ന് നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം തൽക്കാലം മനസ്സിലാക്കുക. അപ്പോൾ ബാക്കി ഇതിന്റെ കൂടുതൽ ഡെമോൺസ്ട്രേഷൻ, അതായത് കാൽക്കുലേഷൻ വൈസ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊസീജിയർ വൈസ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ആസിഡിമെട്രി, ആൽക്കലിമെട്രി എന്തുകൊണ്ട് വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കൺസെപ്റ്റ് നമുക്കറിയാം. അതിനുപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ സെലക്ഷൻ, സ്ട്രോങ് ആസിഡ് ആര്, ഇക്വലന്റ് മാസ് എന്തൊക്കെ എന്നൊക്കെ പറഞ്ഞുള്ള ആ തിയറട്ടിക്കൽ കൺസെപ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഒറിജിനൽ ക്വസ്റ്റ്യനുമായിട്ട് ഒറിജിനൽ ക്വസ്റ്റ്യനും അതിന്റെ പ്രൊസീജിയർ എഴുതുന്ന വിധവും അതിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന വിധവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ലവണ്ണം എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇൻഡിക്കേറ്റർ സെലക്ഷൻ, പിന്നെ അതുപോലെ തന്നെ പിപ്പറ്റിൽ എടുക്കേണ്ട സൊല്യൂഷൻ ഏത്, പ്യൂരിറ്റിൽ എടുക്കേണ്ട സൊല്യൂഷൻ ഏത്, പിന്നെ ഇൻഡിക്കേറ്റർ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം തൽക്കാലം തറവാക്കി വെക്കുക. അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യനും അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക്